ഈ മനോഹരമായ ഈ അവസരം, മഹാപ്രഭുവിനെ കുറിച്ച് കേൾക്കാൻ കിട്ടിയ അവസരം എല്ലാവരും നല്ലതുപോലെ വിനിയോഗിക്കുക. സോ അതുപോലെ തന്നെ ഈ എളിയവനും അതിനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് മഹാപ്രഭുവിനെ കുറിച്ച് ഒന്നുകൂടി ഓർക്കുന്നതിന് വേണ്ടി. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ, നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. ഹരിഃ ഓം തത്സത്. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത്, വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരേ കൃഷ്ണ. സോ നമ്മള് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദിലീലയിലെ 4-ാമത്തെ അധ്യായമാണ്. 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണങ്ങൾ എന്നാണ് അതിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്, അതായത് പ്രധാനമായിട്ടും ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 പ്രധാന ഗ്രോസ് റീസൺസ് ആണ്, അല്ലെങ്കിൽ പ്രധാനമായ റീസൺസ് ആണ് ഗ്രോസ്ലി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബാഹ്യമായ കാരണങ്ങൾ, 2 രഹസ്യപരമായ കാര്യങ്ങൾ. അങ്ങനെ 2 തരത്തില് അതിനെ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ശ്രീ ചൈതന്യ ചരിതാമൃതത്തില് വിവരിച്ചിട്ടുണ്ട്. സോ നമ്മൾ അതിന് കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത് ബാഹ്യപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ അധ്യായത്തിലും ഓൾറെഡി അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇന്റേണൽ റീസൺസ്, അല്ലെങ്കിൽ എന്താണ് ആന്തരികപരമായ അല്ലെങ്കിൽ രഹസ്യപരമായ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളത്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഓൾറെഡി അധ്യായത്തില് മുൻപത്തെ ശ്ലോകങ്ങളിൽ എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. സോ ആർക്കെങ്കിലും ഒന്ന് റീകളക്ട് ചെയ്യാമോ, എന്തൊക്കെയാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി രഹസ്യപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള റീസൺസ് ചൈതന്യ മഹാപ്രഭു ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് വേണ്ടി ഉള്ളതായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഇന്റേണൽ റീസൺസ് എന്തൊക്കെയാണ് എന്ന് ആർക്കെങ്കിലും ഒന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞേട്ടെ മാതാജി. അതായത് ശ്രീമതി രാധാറാണിയുടെ ഭാവം ആസ്വദിക്കുക. ഓക്കെ. 2 അതീന്ദ്രിയമായ പ്രേമരസം മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? മായമാതാജി, താങ്ക് യു സോ മച്ച് അത് ആൻസർ ചെയ്തതിൽ. മായമാതാജി അല്ലേ പറഞ്ഞത്? അതെ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാനിപ്പോ കേറിയുള്ളൂ. ഒന്ന് ക്വസ്റ്റ്യൻ എന്താന്ന് പറയാ പ്രഭുജി? ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്, കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന്റെ അവതാര കാരണങ്ങളായിട്ട് പറയുന്നത്. ഒന്ന് ബാഹ്യമായ കാരണങ്ങൾ, പിന്നെ ഒന്ന് ആന്തരികമായ കാരണങ്ങൾ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തിലുള്ള. ഈ അധ്യായത്തിൽ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഡിസ്ക്രൈബ് ചെയ്യുന്ന രഹസ്യ സ്വഭാവത്തിലുള്ള കാരണങ്ങൾ, ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന് ഒന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഹരേ കൃഷ്ണ. കൃഷ്ണപ്രേമം ഭഗവാൻ എല്ലാവർക്കും കൊടുക്കാനായിട്ട് അത്രയും അധികം അദ്വൈത ആചാര്യര് ഭഗവാന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഭഗവാൻ അവതാരം എടുക്കുന്നത് അല്ലെ. അപ്പോ അതായത് ഇവിടെ അധർമ്മം കൂടിയപ്പോ ആ കൃഷ്ണപ്രേമം എല്ലാവരിലേക്ക് എത്തിക്കണം എന്നാണ്. ആണോ പ്രഭുജി? ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? വേറെ ആർക്കെങ്കിലും ഒന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഡിവോഷണൽ സർവീസ് പ്രോപ്പഗേറ്റ് ചെയ്യാൻ. ഡിവോഷണൽ സർവീസ് propagate ചെയ്യാൻ. yes devotional service propagate ചെയ്യാൻ. Okay, very good. Okay, fine. Okay, fine. Thank you so much. നിങ്ങൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വളരെയധികം നന്ദിയുണ്ട്. സോ താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ആക്ച്വലി നിങ്ങൾ എല്ലാവരും പറഞ്ഞത് വളരെ കറക്റ്റ് തന്നെയാണ്. നമുക്ക് അതൊന്നുകൂടി നോക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ ഒന്ന് ഫിൽട്ടർ ചെയ്യാനും. നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ്. സോ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഫിൽട്ടർ ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ മാതാജി പറഞ്ഞു ഡിവോഷണൽ സർവീസ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഡിവോഷണൽ സർവീസ് എന്ന് പറഞ്ഞതിൽ ഒരു അഡ്ജക്റ്റീവ് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അതായത് എന്താണ് ഡിവോഷണൽ സർവീസ് തന്നെ there are 3 ലെവൽസ്. നമുക്ക് 3 ലെവലിൽ തന്നെ ഡിവോഷണൽ സർവീസ് ഉണ്ട്. ഒന്ന് ഭക്തി പറയാം, പിന്നെ ശുദ്ധ ഭക്തി പറയാം, പിന്നെ വിദ്ധ ഭക്തി എന്ന് പറയാം. ഇങ്ങനെ 3 തലങ്ങളിലാണ് ഭക്തി ഉള്ളത്. ഒന്ന് ഭക്തി, നോർമൽ ഭക്തി. സെക്കൻഡ് ഈസ് ശുദ്ധ ഭക്തി. സെക്കൻഡ് നമുക്ക് വിദ്ധ ഭക്തി പറയാം, വിദ്ധ ഭക്തി. തേർഡ് ഈസ് ശുദ്ധ ഭക്തി. I said in the order വൈസ് പറയുകയാണെങ്കിൽ. സോ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഷണൽ സർവീസ് ലൈക്ക് ജനറൽ നോർമൽ. സോ എനിബഡി ഡസ് ലൈക്ക് ഒരു ഭക്തി ചെയ്യുന്നു. എന്നാൽ വിദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സർവീസ് ചെയ്യുകയാണ്, പക്ഷെ എന്നിരുന്നാലും വി എക്സ്പെക്ട് സം സോർട്ട് ഓഫ് ഫ്രൂട്ടീവ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഞാൻ പറയാണ്, ഇപ്പോ കൃഷ്ണ കോൺഷ്യസ്നസ് ആക്ടിവിറ്റീസിൽ തന്നെ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ പല വ്യക്തികളും ഡിവോഷണൽ സർവീസ് ചെയ്യുന്നത് ചില പേഴ്സണൽ മോട്ടോ വെച്ചിട്ടായിരിക്കും. അതായത് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം അല്ലെങ്കിൽ they take some sort of remuneration, some sort of benefits, അല്ലെങ്കിൽ some sort of ഇങ്ങനെ എന്താ പറയാ അത് ഒന്നും അല്ലെങ്കിൽ even they don't expect any sort of monetary benefits. അല്ലെങ്കിൽ തന്നെ ഇപ്പോ എന്തെങ്കിലും ഒരു ദുഃഖകരമായ സംഭവം അല്ലെങ്കിൽ വിഷമ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ they'll get disturbed, they drop down from the bhakti, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ജപം ചെയ്യുന്നില്ല. സോ ആ ഒരു സോർട്ട് ഓഫ് തിങ്സ് ആയി നമുക്ക് ചെറിയ റിസൾട്ട് ഓറിയന്റഡ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് വിദ്ധ ഭക്തി എന്ന് പറയുന്നത്. The third one is the highest level is Shuddha Bhakti. It's like pure devotional service. So pure devotional service il thanne parayyanengil there are different categories. Adile Raga Bhakti propagate cheyukayirunnu Chaitanya Mahaprabhuinte രഹസ്യമായ ഉദ്ദേശ്യം. So Raga Bhakti pracharam cheyuka എന്നുള്ളതാണ് is one of the reason. So second reason Maya Mataji പറഞ്ഞു രാധാ പ്രേമം മനസ്സിലാക്കുന്നതിന് വേണ്ടി. Yes, it is correct. പക്ഷെ ഒന്നുകൂടെ നമ്മൾ അതിനകത്ത് ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നോട്ട് സ്പെസിഫിക്കലി രാധാറാണി. ഹി വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രേമരസ. സോ ജനറലി പറയുകയാണെങ്കിൽ പ്രേമരസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്നത്. യെസ്, ഒന്നും കൂടി അതായത് പറയുകയാണെങ്കിൽ ഒക്കെ രാധാറാണിയുടെ പ്രേമം എന്ന് പറയാം. പക്ഷെ ഈവൻ ഗോപീസ് ഓൾ ദ ഗോപീസ് വെർ ഇൻ ദ സെയിം ലെവൽ. സെയിം ലെവൽ എന്ന് പറഞ്ഞാൽ രാധാറാണിയുടെ സെയിം ലെവൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. they all were doing pure devotional service in the raga bhava. അതായത് പ്രേമരസത്തില് ആണ് അവരെല്ലാവരും ഭക്തിയുത സേവനം ചെയ്തത്. നമ്മള് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ we will understand why it was. So mainly 2 കാരണങ്ങളാണ് പറയുന്നത്. എന്താണ് പ്രേമരസ ആസ്വദിക്കാന്, 2 പറയുകയാണെങ്കിൽ രാഗഭക്തി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രചാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള. എന്താണ് രാഗഭക്തി എന്ന് പറയുന്ന അർത്ഥം എന്താണ്? Can anyone just say what is രാഗഭക്തി? രാഗഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹരേ കൃഷ്ണ. ഭഗവാനോടുള്ള പ്രേമം. ഒരു സന്തോഷ് പ്രഭു പറയട്ടെ. സന്തോഷ് പ്രഭു ആദ്യം സ്റ്റാർട്ട് ചെയ്തതാണ്. യെസ്, സന്തോഷ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞു. ഗോപികമാരുടെ ആ ഭക്തിയാണ് രാഗപ്രേമം എന്ന് ഉദ്ദേശിക്കുന്നത്. ഗോപികമാരുടെ ഭക്തി. ഓക്കെ, ഗുഡ്, താങ്ക് യു. അടുത്ത ആരാണ് പറയാൻ തുടങ്ങിയത്? ആരാണ് മാതാജി പറയാൻ തുടങ്ങിയത്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാനാ പ്രഭു. ഹരേ കൃഷ്ണ. അതായത് വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ആ പ്രേമഭക്തി. വൃന്ദാവനത്തിലെ ഗോപികമാരുടെ പ്രേമഭക്തി. യെസ്, വെരി ഗുഡ്. 2 പേരും ഓൾമോസ്റ്റ് സെയിം ആണ് പറഞ്ഞത്. എനിബഡി എൽസ്? അവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും രാഗഭക്തി എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാമോ? സോ IRDD ആരാണ്? IRDD
IRDD ആരാണ്? IRDD അതോ LRDD? എന്താണ്? ഹരേ കൃഷ്ണ. IRDD ആരാണ്? ജസ്റ്റ് ഹരേ റിവീൽ യുവർ. ഹരേ കൃഷ്ണ. ഞാൻ ലക്ഷ്മി രാധാ ദേവിദാസി LRDD ആണ്. LR ആണ്. L ക്യാപിറ്റൽ എഴുതും. മതി. എനിക്ക് I എന്നിട്ടായിരിക്കും. I ക്യാപിറ്റൽ എഴുതാം. ലക്ഷ്മി എന്താണ് മതി? ലക്ഷ്മി രാധാ ദേവിദാസി. ലക്ഷ്മി രാധ. ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലല്ലോ. ഒന്ന് സാധന ഭക്തി, രണ്ട് രാഗഭക്തി. ആ സാധന ഭക്തി എന്ന് പറഞ്ഞാല് ആ സാധന ഭക്തിയിൽ തന്നെ രണ്ടുണ്ട്. അതായത് അതിൽ രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഈസ് വൈധി സാധന ഭക്തി. വൈധി സാധന ഭക്തി എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി. അതായത് സപ്പോസ് നമ്മളൊക്കെ ഇപ്പൊ നമ്മളോട് നമ്മളുടെ ഒരു എക്സാമ്പിൾ, മീൻസ് ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ സെൽഫ്. എന്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, why I am chanting 16 rounds? Because my Guru Maharaj instructed me. നമ്മുടെ സീനിയർ ഡിവോട്ടീസ് നമുക്ക് പറഞ്ഞു തന്നു. കലിയുഗ ധർമ്മമാണ് ഹരിനാമജപം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? എന്തിനു വേണ്ടി നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്? ഇതേപോലെ തന്നെ നമ്മളൊക്കെ ഇവിടെ വന്നപ്പോ എല്ലാവരും ജപിക്കാൻ പറഞ്ഞു. ഇപ്പൊ അങ്ങനെ തുടങ്ങി. വേറെ ആർക്കെങ്കിലും വാട്ട് ഈസ് അനദേഴ്സ് ഒപ്പീനിയൻ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ? നിങ്ങളാരും ജപിക്കുന്നവരല്ലേ? ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നവരല്ലേ എല്ലാവരും? ഗുരുവിന്റെ നിർദ്ദേശാനുസരണമാണ് ജപിക്കാൻ തുടങ്ങിയത്. ഗുരുവിന്റെ നിർദ്ദേശാനുസരണം. വേറെ ആർക്കെങ്കിലും? ഓക്കെ, ഐ വിൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഇൻ അദർ വേസ്. മറ്റൊരു രീതിയിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ആർക്കെങ്കിലും പൂർണ്ണമായ ആ ഒരു ഉള്ളിൽ നിന്നൊരു ബോധോദയം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നൊരു ഭാവം ഉണ്ടായിട്ട് സ്വയമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം സ്റ്റാർട്ട് ചെയ്ത ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? സ്വയമായിട്ട് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ഉൾവിളി വന്നു, യെസ് ഐ വാണ്ട് ടു ചാന്റ് ഹരേ കൃഷ്ണ. ഞാൻ ആ ഒരു എക്സ്റ്റസി ഭാവത്തിൽ നമുക്ക് ആ ഒരു ഭാവം തോന്നിയിട്ട് ജപം ചെയ്യുന്ന ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? ഇല്ല. സോ വി ഓൾ ആർ ചാന്റിങ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ആസ് എ റൂൾ, അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി, ഭഗവത് പ്രേമം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിക്കൊള്ളട്ടെ. സോ ശാസ്ത്രം പറയുന്നു, കലിസന്ധാരണ ഉപനിഷത്ത് പറയുന്നു, ചരിതാമൃതം പറയുന്നു, ശ്രീമദ് ഭാഗവതം പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നു, നമ്മുടെ ഗുരു മഹാരാജ് ഇൻസ്ട്രക്ട് ചെയ്യുന്നു, നമ്മുടെ ശിക്ഷാഗുരു ഇൻസ്ട്രക്ട് ചെയ്യുന്നു, പൂന്താനം നമ്പൂതിരിപ്പാട് ജ്ഞാനപ്പാലയിൽ പറഞ്ഞിരിക്കുന്നു. സോ ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിൽ, പല ശാസ്ത്രങ്ങളിൽ, പല ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നു. ഏകാദശി പാലിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാ ടുഡേസ് ഏകാദശി, ഐ ആം ഗോയിങ് ടു റിലീഷ് ദ ഏകാദശി എന്ന് ഫീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഗ്രൂപ്പില് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ എന്ന് പറയാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം. ഹരേ കൃഷ്ണ പ്രഭു. ഏകാദശിയാണല്ലോ ഇന്ന് ഇത്ര കൂടുതൽ ജപിക്കേണ്ടതാണല്ലോ എന്നാണ് ആദ്യം ചിന്തിക്കുക. ഹരേ കൃഷ്ണ. കൂടുതൽ ജപിക്കുക മാത്രമല്ല, ഫാസ്റ്റ് ചെയ്യുന്നത് അത്ര സന്തോഷകരമായിട്ടല്ല നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്. ആമേൻ. ഓക്കെ, സോ ദർ ആർ സം റൂൾസ്. ഇന്ന് നമ്മൾ അന്നം അല്ലെങ്കിൽ അരി ആഹാരങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ നവധാന്യങ്ങൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപപുരുഷനെയാണ് തിന്നുന്നത്. അതുകൊണ്ട് ഇന്ന് അന്നം കഴിക്കാൻ പാടില്ല, ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരുന്നു. അതുകൊണ്ട് നമ്മൾ ഏകാദശി പാലിക്കുന്നു. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് വാ ടുഡേസ് ഏകാദശി, ഐ ആം ഗോയിങ് ടു എൻജോയ് എന്ന് ചിന്തിക്കുന്ന ആരും ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല. ഉണ്ടാവും, ചില ആൾക്കാരുണ്ടാവും. ഓക്കെ, ഫൈൻ. സോ ഞാൻ പറഞ്ഞത് അതാണ്, അതിന് പറയുന്നതാണ്. സന്തോഷം എന്താ പറയാൻ ഉദ്ദേശിച്ചത്? സംതിങ് വാണ്ട് ടു സേ? ഹരേ കൃഷ്ണ പ്രഭു. നേരത്തെ അങ്ങനെ പറഞ്ഞുള്ള അറിവുകളായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾക്ക് അത് ചെയ്യുമ്പോ അന്നത്തെ ദിവസം നമ്മൾ ഇപ്പൊ എല്ലാ ദിവസവും 3:30 എണ്ണിക്കും, എന്നാലും അന്നത്തെ ദിവസം നേരത്തെ എണ്ണിക്കും, 3 മണിക്ക് എണ്ണിക്കും. അങ്ങനെ ഒരു ഇത് മാറ്റം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മാറ്റം അത് ഗ്രാജുവലി നമുക്ക് ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മൾ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഫുൾ ആനന്ദത്തിൽ അല്ലെങ്കിൽ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടി, നമ്മൾ റെഗുലറായിട്ട് പാലിച്ചു വന്നപ്പോൾ നമുക്കതൊരു ഹാബിറ്റായി. ഓക്കെ, അതൊരു ഗ്രാജുവലി നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ലെവലാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണ് ഭക്തി ഇപ്പോഴത്തെ ലെവലിൽ. സോ എവറിഥിങ് വി ഡു ഈസ് ലൈക്ക്, ചില സമയങ്ങളിൽ നമുക്കൊരു ചെറിയ ബേർഡൻ ആയിട്ട് തോന്നുന്നുണ്ട് ഭക്തി. ചാൻഡിങ് 16 റൗണ്ട്സ്. സപ്പോസ് രാവിലെ എല്ലാവരും, ഇപ്പം സന്തോഷ് പ്രഭു പറഞ്ഞ പോലെ രാവിലെ
3:30 എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞ് 4 മണിയായി, 4 മണിക്കോ 4:30ക്കോ ചാൻഡിങ് സ്റ്റാർട്ട് ചെയ്ത് 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ചാൻഡിങ് ഫിനിഷ് ചെയ്തു. ഒരു ദിവസം സപ്പോസ് എന്തോ ചില കാരണങ്ങളാൽ തലേദിവസം രാത്രി ലേറ്റ് ആയിട്ട് കിടക്കുകയോ മറ്റോ ചെയ്ത് നമുക്ക് രാവിലെ എഴുന്നേക്കാൻ സാധിച്ചില്ല. അന്ന് വൈകിട്ട് രാത്രിയിൽ കിടക്കാൻ 9 മണിയാകുമ്പോഴാണ് ചാൻഡിങ് കഴിഞ്ഞില്ല, 8 മാല ബാക്കിയുണ്ട്. എന്തായിരിക്കും നമ്മുടെ ഭാവം? ഇറ്റ്സ് ലൈക്ക് എ ബേർഡൻ. ഓ മൈ ഗോഡ്, 8 മാല ജപിക്കണം, 1 മണിക്കൂർ എടുക്കും. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പല സമയങ്ങളിൽ മറ്റു പല സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നമുക്കൊരു ബേർഡനായിട്ട് തോന്നാം. അപ്പൊ അങ്ങനെയുള്ള അതിനെയാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് പ്രാക്ടീസിങ് ഡിവോഷണൽ സർവീസ്. നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലെവല് അത് കഴിഞ്ഞിട്ട്, അതല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാൾക്ക് ഭഗവത് പ്രേമം തോന്നി ഇതെല്ലാ ഡിവോഷണൽ സർവീസ് നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും പല സമയങ്ങളിൽ നമുക്കത് ബേർഡനായിട്ട് തോന്നാം. പല സമയങ്ങളിൽ നമുക്കൊരു റെഗുലേഷൻസ് നമ്മൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നു. നമുക്ക് ചില സമയങ്ങളിൽ ഇപ്പൊ ഒരു കുടുംബ സംഗമം വരികയാണ്. നിങ്ങൾ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കുടുംബ സംഗമം വരുമ്പോൾ നമ്മൾ അവിടെ പോയി നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഒരു കല്യാണത്തിന് പോകുന്നു, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഫ്രണ്ട്സ് ഗ്യാതറിങ്, കൊളീഗ്സിന്റെ ഗ്യാതറിങ് വരുന്നു, നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. ആ സമയത്ത് ഒന്ന് വെച്ചു ചെറിയൊരു സ്പാർക്ക് ഉള്ളിൽ നിന്ന് വരും. സോ അത് കാരണം നമ്മൾ റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റൊരു ഫീലിംഗ് ഉണ്ടാവുകയില്ല. സോ അങ്ങനെ പ്രോപ്പർ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന ആ ഭക്തിയാണ് രാഗാനുഗ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ രാഗഭക്തി ചെയ്യുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ രഹസ്യപരമായ ഉദ്ദേശ്യങ്ങൾ. സോ ഇവിടെ നമുക്ക് ഇതിന് മുമ്പത്തെ അധ്യായങ്ങളിൽ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ഈ എന്താ പറയാ അവതാരങ്ങളുടെ സമയത്ത് ഈ ശ്ലോകങ്ങളിൽ ഈ അവതാരത്തിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നത്. അതിന് ഭക്തിയുടെ ഭാവം 24, 25, 26 ശ്ലോകങ്ങളിലൊക്കെ മനോഹരമായിട്ട് ഭഗവാൻ അതിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹൗ കൃഷ്ണ എൻജോയ്ഡ് ഹിസ് പാസ്റ്റ് ടൈംസ്. അമ്മ പിടിച്ച് കെട്ടിവെച്ചതിനെ കുറിച്ച് ഓർക്കുന്നു. രാധാറാണി അല്ലെങ്കിൽ ഗോപിമാര് മുഖം കറുപ്പിച്ച് പരിഭവങ്ങൾ ഭഗവാനോട് പറയുന്നത് വേദശാസ്ത്രങ്ങളിലെ മന്ത്രങ്ങളെക്കാൾ മധുരപരമായിട്ട് ഭഗവാൻ എൻജോയ് ചെയ്യുന്നത് പറയാം. സോ if you look at the 26th shloka of Adilila, 4th chapter, 26th shloka. Priya yadi mana kari karaye bharsana വേദസ്തുതി ഹൈതേ ഹരേ സെയി മോരമന. എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം വീർപ്പിച്ചുള്ള ശകാരം വേദസ്തുതികളിൽ നിന്ന് എന്റെ മനസ്സിനെ കവർന്നെടുക്കുന്നു. ഈവൻ വേദസ്തുതികളിൽ ഭഗവാനെ കുറിച്ച് വേദങ്ങൾ സ്തുതിക്കുന്നതിനേക്കാൾ അവിടെ നിന്ന് മനം മാറ്റി ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. സോ ദാറ്റ്സ് ഹൗ ഹി എൻജോയ് ഭക്തി. സോ രാഗാനുഗ ഭക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഭക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദശാസ്ത്രങ്ങളിലെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിന് ബാധകമല്ല. There is no force in the earth or in the 3 worlds or in the total creation which can stop them from giving enjoyment to Krishna. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗോപിമ. ഇപ്പൊ പല ആൾക്കാരും മതജന്മാരൊക്കെ പറഞ്ഞു രാഗാനുഗ ഭക്തി അല്ലെങ്കിൽ പ്രേമഭക്തിയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോ വൃന്ദാവനത്തിലെ ഗോപിമാരുടെ പ്രേമം, വാട്ട് വാസ് ദെയർ സ്പെഷ്യാലിറ്റി? അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഈ 3 ലോകത്തിലെയും ഒരു നിയമങ്ങളെയും അവർക്ക് ഭഗവാന്റെ വേണുനാദം കേട്ടപ്പോൾ ആ രാത്രിയിൽ നിലാവുള്ള ചന്ദ്രനുള്ള രാത്രിയിൽ അവരുടെ വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനെയും വിട്ടിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിന് അവർക്ക് ഒരു സങ്കോചവും ഉണ്ടായില്ല. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് രാഗഭക്തി. അതാണ് ബ്രജഭൂമിയിലെ ഭാവം എന്ന് പറയുന്നത്. ആ പ്രേമഭാവമാണ് അറിയുന്നതിന് വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ചത്. സോ ദാറ്റ് ഇസ് റിയലി സോ റിലിഷിംഗ് ആൻഡ് എൻജോയിങ് ഫോർ കൃഷ്ണ. സോ നൗ എനിക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത് 31ാമത്തെ ശ്ലോകം മുതൽ എടുക്കാമെന്നാണ്. Let us see what കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി has kept for us. ധർമ്മചാടി രാഗേ ദുൻഹേ കരയേ മലിന കഭു മിലേ കഭു നാ മിലേ ദേവേര ഘടന. ധാർമ്മിക കർത്തവ്യങ്ങളെ നഷ്ടപ്പെടുത്തിയാണെങ്കിൽ പോലും പരിശുദ്ധമായ ആസക്തി ഞങ്ങളെ ഒന്നിപ്പിക്കും. വിധി ചിലപ്പോൾ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും വേർപിരിക്കുകയും ചെയ്യും. സോ
എന്താണ് പറയുന്നത്? ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം, ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണന്റെ വേണുനാദം കേട്ട് ഗോപിമാർ, ഇവിടെ തന്നെ പറയുന്നുണ്ട്, കൃഷ്ണന്റെ വേണുനാദം കേട്ട് ഗോപിമാർ അവിടുന്നിനോട് ഒത്തുചേരാൻ പുറത്തു വന്നു. ശ്രീല രൂപഗോസ്വാമി അത് സംബന്ധിച്ച് ഹൃദ്യമായ ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. ഗോവിന്ദൻ എന്ന് വിളിക്കുന്ന സുന്ദരനായ ബാലൻ അർദ്ധരാത്രിയിൽ യമുനയുടെ തീരത്ത് വെട്ടിത്തിളങ്ങുന്ന നിലാവിൽ തന്റെ മുരളിക അധരങ്ങളിൽ ചേർത്ത് നിൽക്കുന്നതായി അതിൽ വിവരിക്കുന്നു. പ്രാപഞ്ചിക ജീവിതത്തിലെ സൗഹൃദവും പ്രേമവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗോവിന്ദന്റെ രൂപം ദർശിക്കുവാൻ യമുനാ തീരത്തേക്ക് പോകരുത്. കൃഷ്ണന്റെ അതിമധുരമായ ഓടക്കുഴൽ നാദം ശ്രവിച്ച ഗോപിമാർ അവരുടെ കുടുംബ ബന്ധങ്ങൾ മറന്ന് അർദ്ധരാത്രിയിൽ കൃഷ്ണന്റെ അടുത്തേക്ക് ഒളിച്ചോടി. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്. ഇത് കേട്ടിട്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ടതാണ്. അധരങ്ങളിൽ ചേർത്ത് നിൽക്കുന്നതായി പ്രാപഞ്ചിക ജീവിതത്തിലെ, സോ ഇറ്റ്സ് വെരി സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഫോർ ഓൾ ഓഫ് us. പ്രാപഞ്ചിക ജീവിതത്തിലെ സൗഹൃദവും പ്രേമവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗോവിന്ദന്റെ രൂപം ദർശിക്കുവാൻ യമുനാ തീരത്തേക്ക് പോകരുത്. What does it say? Those who are materially attached should not go to Vrindavana, because അവിടെ ഒരു മഞ്ഞ കളറ് ഡ്രസ് ഇട്ട ഒരു കാർമേഘ വർണ്ണത്തിലുള്ള ഒരു ഓടക്കുഴൽ മൂതിയ ഒരു പയ്യൻ നിൽപ്പുണ്ട്. അവൻ ആ ആഗ്രഹങ്ങളെ എല്ലാം അപഹരിച്ചെടുക്കും. സോ ഇത് വളരെ പ്രാപഞ്ചിക ജീവിതത്തിലെ സൗഹൃദവും പ്രേമവും ആസ്വദിക്കാൻ. സോ ഭക്തിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രാപഞ്ചിക ജീവിതത്തിലുള്ള സോ കോൾഡ് ആനന്ദം, it has to give away, it has to be, or it has to give way to the real love എന്നാ പറയുന്നത്. സോ പ്രേമം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗോവിന്ദന്റെ രൂപം ദർശിക്കുവാൻ യമുനാ തീരത്തേക്ക് പോകരുത്. കൃഷ്ണന്റെ അതിമധുരമായ ഓടക്കുഴൽ നാദം ശ്രവിച്ച് ഗോപിമാർ അവരുടെ കുടുംബ ബന്ധങ്ങൾ മറന്ന് അർദ്ധരാത്രിയിൽ കൃഷ്ണന്റെ അടുത്തേക്ക് ഒളിച്ചോടി. സോ അവരുടെ എല്ലാ കുടുംബ ബന്ധങ്ങളെയും മറികടന്ന്, അതെല്ലാം മറച്ചു മാറ്റി വെച്ചുകൊണ്ട് അവർ ഭഗവാന്റെ ആ വേണുനാഥം കേട്ടപ്പോൾ അങ്ങോട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഗോപിമാർ ഇപ്രകാരം വീടുകളിൽ നിന്ന് പോയതിനാൽ ഗൃഹസ്ഥാശ്രമത്തിന്റെ വൈദിക വ്യവസ്ഥകൾ ലംഘിച്ചു. കൃഷ്ണനോടുള്ള സ്വാഭാവിക വികാരങ്ങൾ പൂർണ്ണമായും പ്രകടമാകുമ്പോൾ ഒരു ഭക്തന് പരമ്പരാഗതമായ സാമൂഹിക നിയമങ്ങളും വ്യവസ്ഥകളും അവഗണിക്കാൻ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഭൗതിക ലോകത്തിൽ നാം നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഭക്തിയുത സേവനം ആരംഭിക്കുന്നത് ഉപാധികളിൽ നിന്നെല്ലാം സ്വതന്ത്രനാകുമ്പോഴാണ്. കൃഷ്ണനോടുള്ള സ്നേഹം ഉണരുമ്പോൾ ഉപാധി ബദ്ധമായ സ്ഥാനങ്ങൾ അതിജീവിക്കപ്പെടുന്നു. സോ ഇതൊക്കെ നമുക്ക് ഉള്ള പേഴ്സണൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ നമ്മളുടെ തന്നെ കുറച്ച് പാസ്റ്റ് ലൈഫും കറണ്ട് ലൈഫുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ we can realize that there's a lot of change. നമ്മൾ ഒരുപാട് നിലകളിൽ നമ്മൾ വ്യത്യസ്തരായി കഴിഞ്ഞു. അതായത് ഇപ്പൊ ഇതിൽ പറഞ്ഞ ആ പ്രാപഞ്ചിക നിയമങ്ങൾ, ഈ ഭൗതിക ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പല നിയമങ്ങളെയും നമ്മൾ, അല്ലെങ്കിൽ നിയമങ്ങളിൽ നിന്ന് നമ്മൾ വേറിട്ട് കഴിഞ്ഞു എന്ന് പറയാം. മറ്റ് പഴയ കാലങ്ങളിൽ നിന്നല്ല, ഭൗതികപരമായി അറ്റാച്ച്മെന്റോടുകൂടി ജീവിക്കുന്നവർക്ക് ഇപ്പോൾ പല സമയങ്ങളിൽ പറയുകയാണെങ്കിൽ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ, ഈവൻ എനിക്കറിയാം ചില ഡിവോട്ടീസ് പോലും ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ അടുത്തിടെ പോലും അറിയാൻ സാധിച്ചു. വളരെ സീനിയർ ഡിവോട്ടി, ഇനീഷ്യേഷൻ ഒക്കെ എടുത്ത വളരെ സീനിയർ ആയിട്ടുള്ള ഡിവോട്ടിയാണ് പറയുന്നത്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉള്ളി വെളുത്തുള്ളി ഒന്നും കുഴപ്പമില്ല. മറ്റൊരു വ്യക്തി പറയുന്നത് കേട്ടു, ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കുന്നത് കുഴപ്പമില്ല, കാരണം ഒരു ഹാബിറ്റ് ആകരുതെന്ന് മാത്രം. So they are trying to find some sort of excuses. So അതിൽ നിന്ന് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ പോലും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. സോ പ്രാപഞ്ചികമായ ഒബ്ലിഗേഷൻസ്, സോ കോൾഡ് ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് മെനി പീപ്പിൾ, റിലേറ്റീവ്സ്, ലൈക് സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഇൻലോസ്, അങ്ങനെയുള്ള പല ബന്ധങ്ങളോടുള്ള ഒബ്ലിഗേഷൻസിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. സോ ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് പ്രാപഞ്ചിക നിയമം എന്ന് പറഞ്ഞതിൽ. സോ അതൊരു പ്രാപഞ്ചിക നിയമമാണ്. സോ ഗോപിമാരുടെ ഭാവത്തിന്റെ ആ ലെവലിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്തണമെങ്കിൽ ഒരുപാട് ജന്മാന്തരങ്ങൾ, കോടിക്കണക്കിന് ജന്മങ്ങൾ വേണ്ടി വന്നേക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ ശരീരത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വരാനായി ശ്രമിക്കുന്നു എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ജസ്റ്റ് വൺ സ്റ്റെപ്പ് മീൻസ് ലൈക്ക് 6 inches or 8 inches നമ്മൾ മുകളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു. എങ്ങനെ? ഈ പറഞ്ഞ പല ഒബ്ലിഗേഷൻസിലും നമ്മൾ
നോ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകാതെ നമ്മൾ ഡിവോഷണലി, അറ്റ്ലീസ്റ്റ് മേ ബി ഇറ്റ് കുഡ് ബി സാധന, ഐ മീൻ വൈറ്റ് ഈസ് സാധന, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും അതിനു വേണ്ടി നമ്മൾ മറ്റു പല ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ റിലേഷൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് വരുന്നു എങ്കിൽ we are on the right path. We can assume, we can realize that we are on the right path. That is a benefit, that's a beauty. സാധാരണ ശില പ്രഭുപാദ് ഇവിടെ പറയുന്നത്. സോ അങ്ങനെയുള്ള ഇവിടെ ഗോപിമാരെ സംബന്ധിച്ച് പറഞ്ഞാൽ they are to the extreme level. They reach to the extreme level. I mean, there's nothing, there's no rules. No rules in the sense പ്രാപഞ്ചിക rules. ഈ പറഞ്ഞ ഭൗതിക പ്രപഞ്ചത്തിലുള്ള ഒരു തരത്തിലുള്ള ഒബ്ലിഗേറ്ററി റൂൾസും അവർക്ക് ബാധകമല്ല. ബട്ട് we have not reached to that level. Okay, we will be maybe in due course of time, since we are on the right path, we will reach that. So പ്രഭുപാദ ഗോപിമാരുടെ അഭാവത്തിനെ കുറിച്ച്, അവരുടെ ഭക്തിയുത സേവനം, what is pure devotional service? അവർക്ക് ഒറ്റ ചിന്താഗതിയുള്ളൂ, ഒറ്റ ചിന്ത, only one thought. ഒരു കാര്യം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. എന്താണ്? ടു പ്ലീസ് കൃഷ്ണ ഇൻ എനി ഗിവൺ സർക്കംസ്റ്റാൻസസ്. നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദാറ്റ്. ശ്രീകൃഷ്ണന് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അംശങ്ങളോടുള്ള നൈസർഗികമായ ആകർഷണം ശ്രീകൃഷ്ണനും ഗോപിമാർക്കും ഒന്നിച്ചു ചേരാൻ പ്രേരിപ്പിക്കുന്ന ഉത്സാഹം ജനിപ്പിക്കുന്നു. അതീന്ദ്രിയമായ ഈ ഉത്സാഹം ആഘോഷിക്കുന്നതിന് പ്രണയികൾ തമ്മിലുള്ള വിരഹത്തിന്റെ വികാരം ആവശ്യമാണ്. ക്ലേശകരമായ ഭൗതിക അവസ്ഥയിൽ വേർപാടിന്റെ വേദനകൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആത്മീയ വിധാനത്തിൽ അതേ വിരഹം അതിന്റെ നിരപേക്ഷ പ്രകൃതത്തിനായതിനാൽ അത് പ്രേമത്തിന്റെ കെട്ടുകൾ ശക്തിപ്പെടുത്തുകയും പ്രണേതാക്കളുടെ കണ്ടുമുട്ടുന്നതിനുള്ള അഭിലാഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതീന്ദ്രിയ വീക്ഷണത്തിൽ ഈ വിരഹ വേള യഥാർത്ഥ സംഗമത്തെക്കാൾ ആസ്വാദകരമാണ്. സംഗമത്തിൽ പ്രണേതാക്കൾ ഒന്നിച്ചുള്ളതിനാൽ ഒരുമിച്ച് ചേരാനുള്ള പ്രതീക്ഷയാൽ അധികരിക്കുന്ന വൈകാരിക ഭാവങ്ങളുടെ അഭാവമുണ്ട്. സോ ഹിയർ they are talking, കൃഷ്ണ പ്രഭാത് പറയുന്നത് വിരഹഭാവത്തിനെ കുറിച്ചിട്ടാണ്. സോ വിരഹഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം? സോ വിരഹഭാവത്തിലാണ് നമ്മളുടെ റിയൽ ലവ്, യഥാർത്ഥ പ്രേമം ആ വ്യക്തിയോട് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതായത് ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഉണ്ട്, നിങ്ങളൊക്കെ ഉണ്ടാവും, ഫെമിലിയാരിറ്റി കണ്ടംസ്. ഫെമിലിയാരിറ്റി കണ്ടംസ്. നമ്മളുടെ കൂടെ നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ ലവേഴ്സ്, നമ്മുടെ ഭൗതികപരമായിട്ട്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇൻ ദി എക്സ്റ്റേണൽ, ഇൻ ദി മെറ്റീരിയൽ വേൾഡ്, നമ്മളുടെ കൂടെ നമ്മളുടെ സ്പൗസ് ഉള്ളപ്പോൾ വി ഡോണ്ട് വാല്യൂ ദം. നമ്മൾ അവരോട് വഴക്കുണ്ടാക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആർഗ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയുന്നു, ഇത് ശരിയല്ലെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ഒരു മറ്റു സ്പിരിറ്റിലുള്ള സംസാരങ്ങളൊക്കെ നമുക്കുണ്ടാകും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീസ് നിയർ ടു മീ, ഷീസ് ക്ലോസ് ടു മീ, സോ ലൈക്ക് നോ പ്രോബ്ലം. ആ ഒരു ഭാവമാണ്. എന്നാൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഫോഴ്സ്ഡ് ബാച്ചുലേഴ്സ്. അതായത് അവര് ബാച്ചുലറായിട്ട് ജീവിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുത്തിയ സ്പൗസിനെ, കുട്ടികളെയൊക്കെ നാട്ടിൽ നിർത്തിയിട്ട് പൈസ സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഗൾഫിൽ പോയി ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ their affection towards their spouse is multiplied. ആ 2 വർഷം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോൾ, 6 മാസം കൂടുമ്പോൾ, ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ വരുന്നവരായിരിക്കാം. സോ 2 മാസം കൂടുമ്പോൾ അവർ വരുമ്പോൾ there is no time to fight. സോ അവര് 2 വർഷം കൂടി വരുമ്പോൾ 2 മാസത്തേക്ക് വരികയാണെങ്കിൽ there is no time to fight. So they will be more affectionate, they will be loving, they will exchange. അപ്പൊ ആ ലവ് ഇൻ സെപ്പറേഷൻ, അപ്പൊ ലവ് ഇൻ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, പക്ഷെ അത് ആർക്കും ആഗ്രഹമില്ല എന്നാണ് ചില പ്രഭുപാദർ പറഞ്ഞത്. ഭൗതിക ലോകത്തില് ആരും ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ ആധ്യാത്മികപരമായിട്ട് പറയുകയാണെങ്കിൽ എവ്രിബഡി എൻജോയ്സ് ദാറ്റ്. അത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നു? 15-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ?
15-ാം അധ്യായത്തിൽ 1-ാം ഊർധ്വമൂലം അധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്താവേദ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? വാട്ട്സ് ദ മീനിങ്? തലകുത്തനെയുള്ള ആധ്യാത്മിക എന്ത് നമ്മളൊക്കെ പ്രതിബിംബ ആധ്യാത്മിക മരത്തിന്റെ, അതായത് അതിന്റെ പ്രതിബിംബമാണ് ഭൗതിക ലോകം. അതിന്റെ ശാഖകള് ആധ്യാത്മിക ലോകത്തിന്റെ പ്രതിബിംബമാണ് ഭൗതിക ലോകം. സോ ദിസ് ഇസ് എ റൈറ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. വാട്ട് വി ആർ ഡിസ്കസിംഗ് നൗ ഇസ് എ റൈറ്റ് എക്സാമ്പിൾ. കാരണം ആധ്യാത്മിക ലോകത്തിൽ ലവ് ഇൻ സെപ്പറേഷൻ ഈസ് ദ ഹയസ്റ്റ് തിങ്. ബട്ട് വെൻ കംസ് ടു ദ മെറ്റീരിയൽ വേൾഡ്, ലവ് ഇൻ സെപ്പറേഷൻ നോബഡി വാണ്ട്സ് ദാറ്റ്. ഇതാണ് ഊർധ്വമൂലം അധഃശാഖം എന്ന് പറയുന്നത്. സോ ആധ്യാത്മിക ലോകത്തിൽ എന്താണോ ഹയസ്റ്റ് ആയിട്ട് കാണുന്നത്, ഇവിടെ ആധ്യാത്മിക ലോകത്തില് ഇപ്പൊ ഇതിന്റെ മുമ്പിലത്തെ പാരഗ്രാഫിൽ ചില പ്രഭുപാദ് പറഞ്ഞത് നമുക്ക് ഭൗതിക ലോകത്തിൽ ചിന്തിക്കാൻ സാധിക്കത്തില്ല. വി കൻ നെവർ തിങ്ക് ഓഫ് വാട്ട് ഹസ്ബൻഡിനെ വീട്ടിൽ വിട്ടിട്ട് ഗോയിങ് വിത്ത് അനദർ ബോയ്. യു ക്യാൻ നെവർ തിങ്ക്, ഇമാജിൻ ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്. ബട്ട് ദാറ്റ് ഈസ് ദ കൺസിഡർഡ് ടു ബി ദ ഹയസ്റ്റ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ്. സോ with Krishna, of course with Krishna. So I mean, it's another boy also. So my child is correcting me, you know. Hare Krishna. So അപ്പോ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ഇവിടുത്തെ രീതിയിൽ ഭൗതിക ലോകത്തിലെ രീതിയിൽ നോക്കുക, that's a worst, that's a last thing. But ആധ്യാത്മിക ലോകത്തിൽ when that happens, that is considered to be the highest perfection. അതാണ് ഊർധ്വമൂലം അധഃശാഖം. That we can understand that. So അപ്പൊ ഈ ഭൗതിക ലോകത്തിലുള്ള ലവ് ഇൻ സെപ്പറേഷൻ ആരും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സോ ദർ ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ, ലൈക്ക് വലിയൊരു ഡിസ്കഷൻ പല സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പല സന്ദർഭങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ കൃഷ്ണ ഡിഡ്ന്റ് മാരി രാധാറാണി? ഭഗവാൻ കൃഷ്ണൻ രാധയെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? Okay, there is a pastime in Srimad Bhagavatam which talks about Krishna marries Radharani. That's one thing. That's apart, keeping apart that. So logical ഇതിൽ സ്റ്റോറികൾ, നോർമൽ ആയിട്ടുള്ള പറയുന്ന സ്റ്റോറികൾ പാസ്റ്റൈംസിലൊന്നും കൃഷ്ണൻ രാധയെ കല്യാണം കഴിക്കുന്നതായിട്ട് പറയുന്നില്ല. സോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, കൃഷ്ണ വാസ് ചീറ്റിംഗ്, കൃഷ്ണൻ ചതിക്കുകയാണ് രാധാറാണിയോട് ചെയ്തത്. ഇത്രയും വലിയ മഹാൻ അല്ലെങ്കിൽ ഭഗവാൻ മഹാപുരുഷോത്തമനാണ് ഭഗവാനെങ്കിൽ എന്തുകൊണ്ട് രാധാറാണിയെ കല്യാണം കഴിച്ചത്? ഇറ്റ് വാസ് പോസിബിൾ. കൃഷ്ണൻ വേണമെങ്കിൽ രാധാറാണിയെ കല്യാണം കഴിക്കാമായിരുന്നു. പക്ഷേ കൃഷ്ണ ഹാസ് ഗിവൺ ദ ഹയസ്റ്റ് ഓഫ് ഹയസ്റ്റ് തിങ് ടു രാധാറാണി, വിച്ച് ഇസ് കോൾഡ് ലവ് ഇൻ സെപ്പറേഷൻ. സോ ലവ്, there is another one more terminology. I think it's like vishrambha, vipralambha. വിപ്രലംബ ഭാവയുടെ അർത്ഥം എന്താണ്? വാട്ട് ഇസ് കോൾഡ് വിപ്രലംബ? വിപ്രലംബ. Devotional service in separation. Devotional service in separation. Very good. Yes. ബുദ്ധിയുടെ ഭ്രംശം വരുന്ന തരത്തിലുള്ള പ്രേമം. എങ്ങനെ? ബുദ്ധി, അതായത് ഒരു ശരിക്കും ബുദ്ധിയില്ലാത്തവര് കാണിക്കണ പോലത്തെ തരത്തിലുള്ള പ്രേമം. കറക്റ്റ്. ഓക്കെ, വെരി ഇഷ്ടം. സോ നമ്മൾ ഇപ്പൊ അതാണ് കൃഷ്ണൻ രാധാറാണിക്ക് കൊടുത്തിരുന്നത്. ഒരു ലെവലിൽ കൂടെ മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ, സോ എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം വരുന്നത്? സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വിത്ത് അനദർ എക്സാമ്പിൾ. ഭഗവാൻ കൃഷ്ണന്റെ 8 പ്രധാന സഹധർമ്മിണിമാരില് പട്ടമഹിഷി സ്ഥാനം ആർക്കായിരുന്നു? പട്ടമഹിഷി സ്ഥാനം ആർക്കായിരുന്നു? ഭഗവാന്റെ അല്ലേ? കൃഷ്ണന്റെ. രുക്മിണി ദേവി. യെസ്, രുക്മിണി ദേവി. കറക്റ്റ്, എക്സാക്ട്ലി. സോ ഒരു ദിവസം ഭഗവാൻ കൃഷ്ണൻ രുക്മിണി ദേവിയുമായി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് രുക്മിണി ദേവിയോട് ഭഗവാൻ കൃഷ്ണ, അതായത് രുക്മിണി ദേവിയെ ഭഗവാൻ അപഹരിച്ചു കൊണ്ടുവരികയാണ്. there was not even a proper marriage. I mean, പെട്ടെന്നൊരു പോയി എടുത്തുകൊണ്ട് വന്ന് പിന്നീട് കല്യാണം കഴിച്ചു, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന അപ്പം ഭഗവാനും രുക്മിണി ദേവിയുമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു,
നീ ചെയ്തത് ഒരു തെറ്റായ ഡിസിഷൻ നീ എടുത്ത ഡിസിഷൻ വളരെ തെറ്റായിരുന്നു. കാരണം ഞാൻ വെറും ഒരു ഗ്വാലൻ, പശുക്കളെ മേയിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാനൊരു ക്ഷത്രിയനുമല്ല. സോ നീ ഒരു ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചവളാണ്. നിനക്ക് ശിശുപാലനുമായിട്ട് കല്യാണം ഉറപ്പിച്ചതാണ്. നിനക്ക് അയാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ ഒരു മഹാറാണിയായിട്ട് വാഴാമായിരുന്നു, ഇതായിരുന്നു. പക്ഷെ നീ എന്നെ കല്യാണം കഴിച്ച ഒരു തെറ്റായ ഡിസിഷനാണ് നീ എടുത്തത്. ഞാനൊരു സാധാരണ ഒരു ബാലനായിരുന്നു, ഞാനൊരു ക്ഷത്രിയൻ പോലുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രുക്മിണി ദേവി ഇങ്ങനെ ടീസ് ചെയ്തിട്ട് അപ്പം എന്നിട്ട് അവസാനം ഭഗവാൻ പറഞ്ഞത്, even still you are not delayed. I mean, still you have time. നിനക്ക് ഇപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ വിട്ടിട്ട് നിനക്ക് ശിശുപാലനെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ മറ്റൊരു രാജാവിനെ കല്യാണം കഴിക്കാം എന്ന് ഭഗവാൻ രുക്മിണി ദേവിയോട് പറഞ്ഞു. രുക്മിണി ദേവി ലിറ്ററലി സ്റ്റാർട്ടഡ് ക്രൈയിങ്. രുക്മിണി ദേവി കരയുകയാണ്. എന്താണ്? രുക്മിണി ദേവിയുടെ ഭാവം മറിച്ചാണ്. ഇനി കൃഷ്ണന് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? അപ്പൊ എന്നെ വിട്ടുപോകണോ എന്നുള്ള ആഗ്രഹം ഭഗവാന്റെ മനസ്സിലുണ്ടോ എന്ന ചിന്താഗതി രുക്മിണി ദേവിയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ രുക്മിണി ദേവിയുടെ മനസ്സിലുണ്ടായിട്ട് രുക്മിണി ദേവി പറഞ്ഞു, പിന്നെ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോവരുതേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പറയുകയാണ് ചെയ്തത്. പക്ഷെ മറിച്ച് വൃന്ദാവനത്തിൽ വരികയാണെങ്കിൽ രാധാറാണി ഈസ് ഓൺ ദ അപ്പർ ഹാൻഡ്. രാധാറാണി ഈസ് ഓൺ ദ അപ്പർ ഹാൻഡ്. കംപ്ലീറ്റ് ഹോൾഡ് രാധാറാണിയുടെ കയ്യിലാണ്. നീ അഖാസുരൻ, പശുവിനെ കൊന്ന് ബകാസുരൻ എന്ന് പറയുന്ന അസുരൻ, ആ പശുവിന്റെ രൂപത്തിലുള്ള അരിഷ്ടാസുരൻ എന്ന് പറയുന്ന അസുരൻ, പശുവിന്റെ രൂപത്തിൽ വന്ന അരിഷ്ടാസുരൻ വന്നിട്ട് ആ പശുവിനെ അല്ലെങ്കിൽ കാളയെ കൊന്ന സമയത്ത് രാധാറാണിയും കൂട്ടരും പറഞ്ഞു, നീ പശുവിനെ കൊന്നവനാണ്, നീ ഇനി 7 നദികളിൽ കുളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി. സോ രാധാറാണി ഈസ് ഓൺ ദ അപ്പർ ഹാൻഡ് ആൻഡ് ദേ ആർ ഹോൾഡിംഗ്, ദേ ആർ കൺട്രോളിംഗ് കൃഷ്ണ. അവരാണ് കൃഷ്ണനെ കൺട്രോൾ ചെയ്തത്. സോ നോർമൽ ലെവൽ സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ കൃഷ്ണൻ ഈസ് ഓൺ ദ അപ്പർ ഹാൻഡ് ഔട്ട്സൈഡ് ബ്രജ. സോ ബ്രജഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ രാധാറാണി ഈസ് ഓൺ ദ അപ്പർ ഹാൻഡ്. കൃഷ്ണ ഈസ് ബീൻ കൺട്രോൾഡ് ബൈ the devotees. സോ ആ ഒരു ഭാവത്തിലേക്ക്, ആ ഭാവം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശ്യം. സോ ഇവിടെ കാണുന്നത് തന്നെ ആ വിരഹഭാവം എന്ന് പറയുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് ലവ് ആണ് രാധാറാണിക്ക് ഭഗവാൻ കൊടുത്തത്. അത് ഇവൻ രുക്മിണി ദേവിക്ക് പോലും ഭഗവാൻ കൊടുത്തില്ല. അത് കൊടുത്തില്ല. സോ ദാറ്റ് വാസ് എ സ്പെഷ്യാലിറ്റി വിച്ച് കൃഷ്ണ ഹാസ് ഗിവൺ ടു രാധാറാണി ആൻഡ് ഓൾ ദ ബ്രജവാസീസ്. ബ്രജഭൂമിയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇപ്പോഴും നിങ്ങൾ അവിടെ ചെന്ന് ആരോടും ചോദിക്കുകയാണ് കൃഷ്ണൻ എവിടെ, എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ പർസോ ആയെങ്കേ, they will say that perso, day after tomorrow Krishna will come back. So അന്ന് ഭഗവാൻ അക്രൂരൻ വന്ന് ഭഗവാനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നപ്പോ ഭഗവാൻ ഗോപന്മാരോടും നന്ദബാബയോടും അമ്മയോടും പറഞ്ഞു, ഞാൻ മറ്റന്നാൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. Still they say they believe that Krishna will come back day after tomorrow. പക്ഷെ അതേ സമയത്ത് ശാസ്ത്രം പറയുന്നുണ്ട് Krishna never leaves Vrindavan also. Krishna never leaves Vrindavan because Krishna resides in the heart of Brajabhuti. ഞാൻ ഒരു പക്ഷേ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ക്ലാസ്സിലാണോ പറഞ്ഞത് അല്ല വേറെ ക്ലാസ്സിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. സോ ഐ മീൻ, അതായത് ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറയും. നമ്മൾ ഭോഗ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ we will offer Krishna, we have a separate plate, സെപ്പറേറ്റ് കട്ടോരി പട്ടി, മറ്റെങ്കിൽ സിൽവറിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് പ്ലേറ്റ്സും കട്ടോരിയും ഗ്ലാസും സ്പൂണും ഒക്കെ ഭഗവാന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടാവും. നമ്മൾ മണപ്പിക്കത്തില്ല. ഭഗവാൻ വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് ഓഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉടനെ ആ പ്ലേറ്റിലേക്ക് കൊണ്ട് ഓഫറിങ് കഴിഞ്ഞിട്ട് ഈവൻ മൈ വൈഫ് ഈസ് വെരി പർട്ടിക്കുലർ. അതിൽ നിന്ന്, അതായത് ഭഗവാന് ഓഫർ ചെയ്യുന്ന ആ പ്ലേറ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ പ്ലേറ്റിലോട്ട് വിളമ്പില്ല. സോ മൈ വൈഫ് ഈസ് വെരി പർട്ടിക്കുലർ. അതിൽ നിന്ന് എടുത്ത് നമ്മൾ നോർമൽ കുക്ക് ചെയ്യുന്ന പോട്ടിൽ ഇട്ടിട്ട് അവിടുന്ന് നമുക്ക് സെപ്പറേറ്റ് വിളമ്പും. അത് എച്ചിൽ കൈ തൊടില്ല ആ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ. സോ നമ്മൾ അങ്ങനെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ബ്രജഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാനായിട്ട് സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് ഇല്ല. ദേ ഈറ്റ് ഫ്രം ദ സെയിം പ്ലേറ്റ്.
ഇത് ഭഗവാൻ ഓഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെയിം പ്ലേറ്റിൽ നിന്ന് അവരെടുത്ത് കഴിക്കും. അപ്പൊ ഒരു ഭക്തൻ ഇങ്ങനെ ഒരു ബ്രജവാസിയോട് ചോദിച്ചു, അവരുടെ വീട്ടിൽ ഇതുപോലെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ആ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അതിശയം പറഞ്ഞു, ഇങ്ങനെ എടുക്കാൻ പാടുണ്ടോ? അപ്പൊ പറഞ്ഞു, ഫോർ യു, അതായത് നിങ്ങൾക്ക് അദ്ദേഹം ഭഗവാനാണ്, പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ ഒരു മെമ്പറാണ്, ഞങ്ങളുടെ വീട്ടിലെ ഒരു ഫാമിലി മെമ്പറാണ് കൃഷ്ണൻ. സോ ഒരു ഫാമിലി മെമ്പർ വീട്ടിലെ മെമ്പേഴ്സിന്റെ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ നോബഡി ബോതേഴ്സ്. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയുടെയും ഭർത്താവിന്റെയും കുട്ടികളുടെയും അമ്മയുടെയും പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുത്ത് കഴിച്ചു എന്നുകൊണ്ട് നത്തിങ് ഹാപ്പൻസ്, നമ്മൾ അതിനെ ബോധർ ചെയ്യുന്നില്ല. സിമിലർലി കൃഷ്ണ ഈസ് വൺ ഓഫ് their family member. That is the mood of a Brajabhumi, okay, Brajabasi. So Hare Krishna. So let's go to slogan number 32. Ei sabarasa niryasa kariba aswada, ei dware kariba saba bhaktera prasada. ഈ രസങ്ങളുടെ എല്ലാം സത്ത ഞാൻ ആസ്വദിക്കാം, ഇപ്രകാരം ഞാൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാം. സോ ഏത് ആ രാഗഭക്തിയില് ഉള്ള ഇങ്ങനെയുള്ള ഈ രസങ്ങളെല്ലാം ഞാൻ ആസ്വദിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ ഏതൊക്കെയാണ് മുമ്പ് പറഞ്ഞ, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞ ആ ഭാവങ്ങളൊക്കെ ധാർമ്മിക കർത്തവ്യങ്ങളെ നഷ്ടപ്പെടുത്തിയാണെങ്കിൽ പോലും പരിശുദ്ധമായ ആസക്തി എന്നെ ഒന്നിപ്പിക്കും. വിധി ചിലപ്പോൾ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കാനും വേർപിരിക്കുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഭാവവും ഞാൻ ആസ്വദിക്കും എന്നുള്ളതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ ഇവിടെ പറയുന്നത്. ബ്രജര നിർമ്മല രാഗ ശുനി ഭക്തഗണ രാഗമാർഗെ ഭജയേ ഛാടി ധർമ്മ കർമ്മ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രജര നിർമ്മല രാഗ ശുനി ഭക്തഗണ രാഗമാർഗെ ഭജയേന ഛാടി ധർമ്മ കർമ്മ. അപ്പോൾ ബ്രജവാസികളുടെ പരിശുദ്ധ സ്നേഹത്തെ കുറിച്ച് ശ്രവിക്കുന്നതിലൂടെ ഭക്തന്മാർ ധർമ്മത്തിന്റെയും കാമ്യകർമ്മത്തിന്റെയും എല്ലാ ആചാരങ്ങളും ഉപേക്ഷിച്ച് രാഗഭക്തി മാർഗത്തിൽ എന്നെ ആരാധിക്കും. സോ അതാണ് ഭഗവാന്റെ ഉദ്ദേശം. അപ്പോൾ ബ്രജവാസികളുടെ പരിശുദ്ധ സ്നേഹത്തെ കുറിച്ച് ശ്രവിക്കുന്നതിലൂടെ, സോ വി ഷുഡ് ലിസൺ, വി ഷുഡ് ഹിയർ അബൌട്ട് ദ ബ്രജവാസീസ്. ആ ബ്രജവാസികളുടെ ഭാവത്തിനെ കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കുന്നതോടുകൂടി ഭക്തന്മാർ ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും എല്ലാ ആചാരങ്ങളും ഉപേക്ഷിച്ച് രാഗഭക്തി മാർഗത്തിൽ എന്നെ ആരാധിക്കും. നമ്മളിപ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ ചാൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ. ഓക്കെ, വി ആർ എൻജോയിങ്, ഓർ വി ആർ ഹാപ്പി വൈൽ ചാൻറ്റിങ്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് മെനി ടൈംസ് ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് എന്താ പറയാ, ഒരു റിച്വലിസ്റ്റിക് ആയി മാറും. 16 മാല ജപിച്ചില്ലെങ്കിൽ പാപമാകും, ദോഷമാണ്, ഗുരു മഹാരാജനോട് കമ്മിറ്റ് ചെയ്തതാണ്, ഐ ഹാവ് ടു ചാൻറ്റ്, ഞാൻ ചാൻറ്റ് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞിട്ടൊരു റിച്വലിസ്റ്റിക് ആയിട്ട് മാറും. സോ when the spirit is removed from spirituality, it becomes rituals. When the spirit, what is the spirit? This is the spirit, the real love towards Krishna, that is the spirit. ആ സ്പിരിറ്റ് അല്ലെങ്കിൽ ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്ന സ്പിരിറ്റ് നമ്മൾ നമ്മുടെ ഭക്തിയിൽ നിന്ന് മാറ്റിയാൽ it becomes a ritual. That is what we mostly do. Most of us are doing that. കാരണം നമുക്കത് 16 മാല എന്നെ തൊട്ട് മുമ്പിൽ ആളിരിപ്പുണ്ട്. എത്രയാണ്? 48 മാല ജപിച്ചില്ലേ ഉറങ്ങത്തില്ല. അതൊരു റുട്ടീനാണ്, ഒരു റിച്വലാണ്. അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ ലൈക്ക് അതൊരു സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ വേയിലാണ് എങ്കിലും ഷീ ഈസ് ട്രൈങ് ടു ഡു ഹർ ബെസ്റ്റ്. മൈ മദർ നമ്മെ കുറിച്ച് സംസാരിക്കുന്നത്, ഷീ ഈസ് ലൈക്ക് വെരി ഗുഡ് ഡിവോട്ടി. യു വോണ്ട് ബിലീവ് ഷീ ഹാസ് കംപ്ലീറ്റഡ് ഭഗവത്ഗീത അറൌണ്ട് 40 times. 48 പ്രാവശ്യം ഷീ ഹാസ് കംപ്ലീറ്റഡ് ഭഗവത്ഗീത. ഞാൻ 48 പ്രാവശ്യം വായിച്ചത് ഞാൻ എവിടെയോ എത്തിയത് ഭഗവാനെ ഞാൻ ആലോചിക്കാറുണ്ട്. 48 times she has completed Bhagavad Gita. She has completed 12 cantos of Srimad Bhagavatam. She has started second time everything.
സെക്കൻഡ് ടൈം രണ്ടാമത്തെ സെക്കൻഡ് ക്യാൻറ്റോയിലെത്തി. ചൈതന്യ ചരിതാമൃതം ഇസ് ഓൺ ദ മധ്യലീല. മധ്യലീലയിലെ 5th volume she has reached. She's a very good reader and I am so lazy. ഹരേ കൃഷ്ണ. സോ അമ്മ 48 മാല ഡെയിലി ജപിക്കും. ദാറ്റ്സ് ഓൺലി ഹെർ ഡ്യൂട്ടി. ആരോടും സംസാരിക്കാൻ ഒന്നിനും പോകത്തില്ല. ക്ലാസ് കേൾക്കും, ജഗസാക്ഷികളുടെ ക്ലാസ് കേൾക്കുക, ചാൻഡ് ചെയ്യുക, ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക, ചൈതന്യ ചരിതാമൃതം വായിക്കുക. എവറിഥിങ് ഗോസ് ആസ് എ റിച്വൽ, ലൈക്ക് ഇങ്ങനെ റുട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ മെനി ടൈംസ് ഇറ്റ് ഹാപ്പൻസ്. നമ്മളെല്ലാവരും എന്താണ് പറയുന്നത്? when the main spirit goes out of the spiritual. നമ്മൾ ചെയ്യുന്ന ഡിവോഷണൽ സർവീസിൽ നിന്ന് ആ സ്പിരിറ്റ് മാറിപ്പോയാൽ ഇറ്റ് ബിക്കംസ് എ റിച്വൽ. സോ ആ സ്പിരിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ വൈ വി ആർ ഡൂയിങ്, ഫോർ ഹൂം വി ആർ ഡൂയിങ്, എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആ പർപ്പസ് നമ്മൾ മനസ്സിൽ വെച്ചില്ല എങ്കിൽ സ്പിരിറ്റ് ഈസ് ഗോൺ ഔട്ട്, then becomes a ritual. സോ ആ റിച്വലിസ്റ്റിക് വേയിൽ ആവരുത് നമ്മളുടെ പ്രവർത്തികൾ. സോ അത് പാലിക്കണമെങ്കിൽ വ്രജവാസികളുടെ പരിശുദ്ധ സ്നേഹത്തെ കുറിച്ച് ശ്രവിക്കുകയാണ്. ഇറ്റ്സ് എ പ്യുവർ ഡിവോഷണൽ. വ്രജവാസികളുടെ ഭാവം അതാണ്. ഭക്തന്മാർ ധർമ്മത്തിന്റെയും കാമ്യകർമ്മത്തിന്റെയും എല്ലാ ആചാരങ്ങളിലും അതിൽ അതിനെയാണ് രാഗഭക്തി മാർഗം എന്ന് പറയുന്നത്. ശ്രീ പ്രഭുപാദയുടെ ഭാവാർത്ഥം ശ്രീ പ്രഭുപാദ് കി ജയ്. സദാചാരത്തിന്റെയും ധർമ്മത്തിന്റെയും എല്ലാ പരമ്പരാഗത നിയമങ്ങളും ലംഘിക്കുക എന്ന സാഹസം ചെയ്തു പോലും ഒരുവൻ നൈസർഗിക പ്രേമം വളർത്തണമെന്ന് രഘുനാഥദാസ ഗോസ്വാമിയെയും കുലശേഖര ആഴ്വാരെയും പോലെ സാക്ഷാത്കാരം സിദ്ധിച്ച അനേകം ആത്മാക്കൾ ശുപാർശ ചെയ്യുന്നു. വൃന്ദാവനത്തിലെ 6 ഗോസ്വാമിമാരിൽ ഒരാളായ രഘുനാഥദാസ ഗോസ്വാമി ഒരുവൻ രാധയെയും കൃഷ്ണനെയും എല്ലാ ശ്രദ്ധയോടുകൂടിയും ആരാധിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മനഃശിക്ഷ എന്ന് വിളിക്കപ്പെടുന്ന പ്രധാന പ്രാർത്ഥനകളിൽ എഴുതി. നാധർമ്മം ശ്രുതിഗണ നിരുക്തം കില കുരു. ഒരുവൻ വൈദിക ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അല്ലെങ്കിൽ നിയമങ്ങളും വ്യവസ്ഥകളും വെറുതെ പിന്തുടരുന്നതിൽ മാത്രം അമിതമായി തൽപരരാകരുത്. അതുപോലെ രാജാ കുലശേഖര ആഴ്വാർ മുകുന്ദമാല സ്തോത്രം എന്ന ഗ്രന്ഥത്തിൽ 5 എഴുതി, വസുനിജയേ നൈവ കാമോഭോഗേ യദ്ഭാവ്യം തദ്ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വത്പാദാരാംഭോ ഒരുഹ യുഗഗാതാ നിശ്ചലാ ഭക്തിരസ്തു. അല്ലയോ ഭഗവാനെ, എനിക്ക് ധർമ്മത്തിൽ ആസക്തിയില്ല, ധനം കൂട്ടുന്നതിലും ഇന്ദ്രിയ സുഖഭോഗങ്ങളിലും താല്പര്യമില്ല. എന്റെ പൂർവ്വ കർമ്മഫലങ്ങൾ അനുസരിച്ച് ഒഴിച്ചു കൂടാനാവാത്ത അവയെല്ലാം വരുന്നത് പോലെ പോകട്ടെ. എന്നാൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരവസരത്തിന് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജന്മജന്മാന്തരങ്ങളിൽ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാക്കണമേ. ഇതാണ് ഹരേ കൃഷ്ണ. സോ ഇതായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. സോ എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? അല്ലയോ ഭഗവാനെ, എനിക്ക് ധർമ്മത്തിൽ ആസക്തിയില്ല, ധനം കൂട്ടുന്നതിലും ഇന്ദ്രിയ സുഖഭോഗങ്ങളിലും താല്പര്യമില്ല. എന്റെ പൂർവ്വ കർമ്മ ഫലങ്ങൾ അനുസരിച്ച് ഒഴിച്ചു കൂടാനാവാത്ത അവയെല്ലാം വരുന്നത് പോലെ വന്നുകൊള്ളട്ടെ. എങ്ങനെയാണോ ഞാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ കാര്യങ്ങൾ ചെയ്തത്, അതിനനുസരിച്ച് എല്ലാം എൻ്റെ അടുത്ത് എനിക്ക് വരികയോ പോകുകയോ എന്ത് വേണേ ആയിക്കൊള്ളട്ടെ, ഞാൻ അതിൽ ഒട്ടും ബോധേടല്ല. എന്നാൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരവസരത്തിന് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജന്മജന്മാന്തരങ്ങളിൽ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകണം. സോ ഇവിടെ ഈ ലാസ്റ്റ് ലൈനിൽ കുലശേഖര രാജാവ് പറയുന്നത് വളരെ മനോഹരമായ, ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി. ജന്മജന്മാന്തരേപി എന്ന് പറയുമ്പോൾ he doesn't mind to take birth after birth. ജന്മജന്മാന്തരങ്ങൾ എന്ന് അദ്ദേഹം പറയുമ്പോൾ
അദ്ദേഹം മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് നാസ്ഥാധർമ്മേ ന വസുനിചയേ. ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? Even I don't mind and I don't need purusharthas, dharma, artha, kama, moksha. That all the four things are going away. He doesn't need any of that. Dharma, artha, kama, moksha. ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ ഗോയിങ് ടുവേർഡ്സ് ലിബറേഷൻ. ധർമ്മം അതായത് മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് അതിലേക്ക് വരുന്നത്. അപ്പോ ഈവൻ he doesn't mind, he don't need മോക്ഷ, അതുപോലും ആഗ്രഹിക്കുന്നില്ല. അപ്പോ അങ്ങനെ ഒരു ആധ്യാത്മികപരമായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ ഇനി ഒരു പ്രാവശ്യം ഭൂമിയിൽ ജന്മം എടുക്കാനുള്ള അവസരം ഉണ്ടാകാതെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ അണയണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മെയിൻ മോട്ടോ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം in the general concept I am talking about, the real bhakti that doesn't come. So അതുപോലും വേണ്ട എന്ന് വെച്ചിട്ട് കുലശേഖര രാജാവ് പറയുന്നു, ഏതത് പ്രാർത്ഥന, there's only one prayer which I have to keep at your lotus feet. മമ ബഹുമതം ജന്മ ജന്മാന്തരേപി ത്വത്പാദാംബോരുഹ യുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. It's unflinching devotion at your lotus feet. ഒരു കണ്ടുകണ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ ത്വത്പാദാംബോരുഹ യുഗഗത നിശ്ചല, ഐ മീൻ അൺഫ്ലിഞ്ചിങ്, ലൈക്ക് വിതൗട്ട് എനി ചേഞ്ച്, നിശ്ചലമായിട്ട് നിൽക്കുന്ന ഭക്തി അസ്തു, ആ ഭക്തി എനിക്കുണ്ടാവും. ഇങ്ങനെ ജന്മജന്മാന്തരേവി എന്ന് കുലശേഖര രാജാവ് പറയുന്ന പോലെ ചൈതന്യ മഹാപ്രഭു ഒരു ശ്ലോകത്തിൽ ഇതുപോലെ പറയുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ എവിടെയാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രാർത്ഥനയിലും അദ്ദേഹവും ഇതുപോലെ ഒരിക്കലും മുക്തി ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? Can anyone remember? നധനം നജനം സുന്ദരീം കവിതാംബാം ജഗദീശകാമയേ മമ ജന്മനി ജന്മനീശ്വരി ഭവദാത് ഭക്തിരഹൈതുകി ത്വയി. Same meaning which Kulashekara Alvar is saying. King Kulashekara is saying, etat prarthya mama bahumadam janma janmandarevi tvat padambojuga yugagada nischala bhaktirastu. So janma janmandare na thanam na janam na sundarim kavidam vam jagadisha kamaye. എനിക്ക് അതിനോട് ഒരു ആഗ്രഹവുമില്ല ഭഗവാനെ. പിന്നെ ജന്മനി ജന്മനീശ്വരി ഭവദാത് ഭക്തിർ അഹൈതുകി ത്വയി നിശ്ചലാ ഭക്തിരതു. സോ ഓൾ ദ ആചാര്യാസ്, ഏത് സമ്പ്രദായവും ആയിക്കൊള്ളട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് എവർ സമ്പ്രദായ ദാറ്റ് ആചാര്യ ബിലോങ്സ് ടു, പക്ഷേ ultimately coming to the unflinching devotional service in the highest level of Raganuga Bhakti comes. അങ്ങനെ രാഗാനുഗ ഭക്തി ഉള്ള ഒരുവന് മാത്രമേ ഈ മുക്തിയുടെ ഹയർ ലെവലിലേക്ക് പോകാൻ ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് മുക്തി ഇസ് നോട്ട് എ മാറ്റർ, ഡസന്റ് മാറ്റർ ദാറ്റ് വെദർ ഹി ഗെറ്റ്സ് ലിബറേറ്റഡ് ഓർ നോട്ട്. എന്തുകൊണ്ടാ ഒരു യഥാർത്ഥ ഭക്തൻ മുക്തി ആഗ്രഹിക്കാത്തത്? ആർക്കെങ്കിലും പറയാമോ? Can anyone say what's your point in that? അതായത് ഒരു യഥാർത്ഥ ഭക്തന് മുക്തി ആഗ്രഹിക്കാത്തതിന് കാരണം എന്താ? ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞല്ലോ മതി. അതായത് മുക്തിയില് ഭഗവത് സേവനം നടക്കില്ല. അപ്പൊ ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് ആണ് മുക്തി ആഗ്രഹിക്കുന്നില്ല, ഭഗവത് സേവനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഹരേ കൃഷ്ണ. Okay, thank you Mataji. Hare Krishna. Anybody else? Hare Krishna. വേറെ ആർക്കെങ്കിലും any point to share? ഹരേ കൃഷ്ണ പ്രഭു. സന്തോഷ് പറഞ്ഞല്ലോ. അത് ഭഗവാന്റെ ലീലകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അങ്ങനെ ഭഗവാന്റെ ലീലകൾ കാണാനുള്ള ഭാഗ്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും? ഓക്കെ, രണ്ടുപേരും എന്തോ പറയണത്? കൃഷ്ണ പ്രഭുജി, മുക്തി കിട്ടിയാൽ ഭഗവാന്റെ സേവനം അവരവിടെ നിൽക്കൂലോ, അപ്പൊ ഭഗവാന്റെ സേവനം മാത്രമേ അവര് ആഗ്രഹിക്കുന്നുള്ളൂ, മുക്തി പോലും അവർക്ക് വേണ്ട. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, മൂന്ന് പേരും പറയുന്നത് പാർട്ട്ലി കറക്റ്റ് ആണ്. പക്ഷേ അതായത് യു നോ ദ
two terminology called sadhana and sadhya. ഈ രണ്ട് വാക്കുകൾ കേട്ടിട്ടുണ്ടോ? സാധനയും സാധ്യയും. ഈ രണ്ട് വാക്കുകൾ കേട്ടിട്ടുണ്ടോ? Yes, Prabhu. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? സാധന മീൻസ് വാട്ട്? പ്രാക്ടീസിങ്. നമ്മൾ വി ആർ ഡൂയിങ് പ്രാക്ടീസിങ് ഹിയർ. സാധ്യ മീൻസ് അവർ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം, ദ അൾട്ടിമേറ്റ് എയിം, what we are aiming for. So സാധന എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു അതിനെയാണ് സാധന എന്ന് പറയുന്നത്. So we are doing chanting, we are doing worshipping, we are doing reading, hearing, all these things we are doing sadhana as a part of our sadhana. So സാധന എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ഓക്കെ, നമ്മള് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സേ ഇറ്റ് ഇസ് മോക്ഷ. അപ്പൊ മോക്ഷം നേടി നമ്മള് വൈകുണ്ഠത്തിൽ ചെന്നാൽ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ കിടന്നുറങ്ങുമോ? നമ്മള് മോക്ഷം കിട്ടിയിട്ട് വേണം അവിടെ പോയി സുഖമായിട്ട് ഉറങ്ങാൻ, റെസ്റ്റ് എടുക്കാൻ. ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഇല്ല. പിന്നെ എന്ത് ചെയ്യും അവിടെ പോയിരുന്നിട്ട്? ഭഗവത് സേവനം ചെയ്യാം. ഭഗവത് സേന. എന്ത് ഭഗവത് സേന? ഭഗവത് സേന മീൻസ് വാട്ട്? ഭഗവാനെ പൂജിക്കല്, ആരാധിക്കല്, പൂക്കൾ പറിക്കല്, എല്ലാത്തരം ജോലികളും. എല്ലാത്തരം ജോലികളും. ആ തരം ജോലികൾക്കകത്ത് നാമജപവും ഭാഗവത വായനയും ഹിയറിങ്ങും എല്ലാം വരുന്നുണ്ട്. ഓൾ ദ സെയിം തിങ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ യു വിൽ ബി ഡൂയിങ് ദേർ ഓൾസോ. അവിടെ പോയിട്ട് 5 മണി കഴിഞ്ഞാല് 7 മണി വരെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. വി ഹാവ് ടു ഗെറ്റ് അപ്പ് at 3:30 ദേർ ഓൾസോ. സോ അവിടെയും ജപമുണ്ട്, സൂം സെഷനും ഒക്കെ ഉണ്ടാവും അവിടെയും. ഹരേ കൃഷ്ണ. സോ വി ഹാവ് ടു ചാന്റ്, we have to read, we have to hear, we have to മദജി പറഞ്ഞ പുഷ്പങ്ങൾ പറിക്കണം, ഭഗവാൻ ആരാധന ചെയ്യണം, ഇത് കാര്യങ്ങളെല്ലാം ചെയ്യണം. സോ അൾട്ടിമേറ്റ്ലി there is no difference between സാധന ആൻഡ് സാധ്യ. ഇതാണ് അൾട്ടിമേറ്റ് ആചാര്യന്മാർ പറയുന്നത്. നമ്മൾ ഇവിടെ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ബബ്ബ അടിക്കരുത്. വാട്ട് വി ഷുഡ് ഡു. ആരോടും ചോദിക്കരുത് യു ഞാൻ എന്താ ചെയ്യേണ്ടത്, യു ഞാൻ എന്താ ചെയ്യേണ്ടത്. നോ, യു നോ ഓൾറെഡി. You are keep doing it in this material world. So same thing you will be doing it in the spiritual world also once you get liberated. So what's the point in getting liberation then? You do it here only. I mean, either here or there, you're doing the same thing. So there's no difference between your moksha and or the status or the state of moksha and being in this material world. So ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ he doesn't mind even getting moksha. He doesn't mind even getting moksha. He doesn't mind even being here, or he doesn't mind even going somewhere else also. So wherever he is going to do the same activity. അതുകൊണ്ടാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് മോക്ഷം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥിച്ച് നേടേണ്ട ഒരു കാര്യമല്ല. Because he's already liberated here. He's already liberated in this material world because he is doing the same activities he is supposed to be doing in the moksha stage. മോക്ഷം കിട്ടി ഭഗവത് ധാമിൽ ചെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അദ്ദേഹം ഇവിടെയും ചെയ്യുന്നു. സോ ഇവിടെ നിന്നാലും അവിടെ നിന്നാലും ഇവിടെ നിന്നാലും അവിടെ പോയി ചെയ്താലും സോ ഹി ഈസ് ഡൂയിങ് ദ സെയിം ആക്ടിവിറ്റി. സോ ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്ന പ്രവൃത്തികൾ സെയിം ആയതുകൊണ്ട് മോക്ഷ ഈസ് നത്തിങ് ഹയർ ഫോർ ഹിം. ഹി ഈസ് ഹാവിങ് ദ സെയിം ആക്ടിവിറ്റി ഈസ് ഡൂയിങ് ഹിയർ. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ Janmani Janmaneshwari, I'm ready to be here. Any number of life, no problem, because I'm already in the state of liberation. So Hare Krishna. So thank you so much. Chaitanya Charitamrita ki jai. So Asha Mataji, I completed till slogan number 33. Okay, Mataji, slogan number 33. So 34 okay, onwards. 34 onwards. Okay, Prabhu. Okay. Thank you, Prabhu. Hare Krishna. Thank you so much. Chaitanya Charitamrita ki jai. Srila Prabhupada ki jai. Nitai Gaur Siddhanta Premanande Hari. Hari Bol. Hare Krishna. Thank you. നന്ദി പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു പ്രഭുജി. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഹരേ കൃഷ്ണ. ആർക്ക് ചോദ്യമൊന്നും ഇല്ലെങ്കിൽ we can exit. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. നന്നായിരുന്നു പ്രഭു. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പ്രഭു. നമ്മൾ ഇന്നിപ്പം പ്രഭു വിപ്രലംബം പറഞ്ഞായിരുന്നല്ലോ, അതും പരകീയ ഭാവവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അത് രണ്ട് സെയിം ആണോ? പരകീയ ഭാവം എന്ന് പറഞ്ഞാൽ വിപ്രലംബ ഇസ് ഡിഫറെന്റ്. പരകീയ ഭാവമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അതായത് നമുക്ക് ഈ പറഞ്ഞ ഭൗതിക ലോകത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ
നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും മോശകരമായ ഒരു ഭാവമാണ് ഈ പരക്കീയ ഭാവം എന്ന് പറഞ്ഞാൽ. ഭൗതികപരമായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും ബാധകമില്ലാതെ ചെയ്യുന്ന ഡിവോഷണൽ സർവീസ് ആണ് പരക്കീയ ഭാവം. ദാറ്റ് മീൻസ് നമ്മളുടെ ഇപ്പം നമ്മൾ വായിച്ച ചില പ്രഭുപാദിന്റെ പർപ്പോട്ടിൽ വായിച്ചതുപോലെ ഭഗവാന്റെ വേണുനാദം കേട്ട് അർദ്ധരാത്രിയിൽ പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിൽ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് എങ്കിൽ അതിനെയാണ് പരക്കീയ ഭാവം. സോ അതിനുള്ള ആ ലെവലിലേക്കാണ് ഒരു ഭക്തൻ ഉണരേണ്ടത്. സോ ഭഗവാനെ സംതൃപ്തനാക്കുക എന്ന ഉദ്ദേശം, ആ ഒരൊറ്റ കാര്യമാണ് അതിനാണ് പാരഖ്യ ഭാവം. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ ശ്ലോകം പറഞ്ഞ പാരഖ്യ ഭാവത്തിലെ മെറ്റീരിയൽ വേൾഡ് നോക്കുമ്പോൾ ഇറ്റ്സ് ലാസ്റ്റ് തിങ്, പക്ഷെ ആധ്യാത്മിക ലോകത്ത് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ദ ഹൈസ്റ്റ്. കാരണം ദർ ഇസ് നോ റൂൾസ്, ഒരു കാര്യവുമില്ല ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭഗവത് സേവനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ആ ഭാവത്തിനെയാണ് പരഖീയ ഭാവം എന്ന് പറയുന്നത്. വിപ്രലംബ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ലവ് ഇൻ സെപ്പറേഷൻ ആണ്. ഇറ്റ്സ് കോൾഡ് ലവ് ഇൻ സെപ്പറേഷൻ. സോ ലവ് ഇൻ സെപ്പറേഷൻ ക്യാൻ ബി വിത്തിൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓൾസോ. മനസ്സിലാവുന്നുണ്ടോ മാതാജി? യെസ് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രഭുജി ആദ്യം ഏതൊരു അധ്യായത്തിന്റെ ശ്ലോകം പറഞ്ഞിരുന്നു, അത് ഞാൻ മാർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എനിക്ക് പെട്ടെന്ന്. ഏതോ 21 അങ്ങനെ 22 അത് ഏത് അധ്യായത്തിലാന്ന് മനസ്സിലായില്ല. അല്ല, ചൈതന്യ ചരിതാമൃതത്തിലെ ശ്ലോകമാണോ മാതാജി? ഇപ്പോൾ ക്ലാസ് എടുത്തപ്പോ പറയണ്ടായിരുന്നു, ഞാനത് നോട്ട് ചെയ്തില്ല. വേറെ മാതാജി എങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ക്ലാസ് എടുത്തല്ലോ. ആദ്യം പറഞ്ഞില്ലേ, ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ ഇടയിൽ കുറെ കോള് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിസ്സായി പോയി. ഞാൻ ഏത് ശ്ലോകമാണ് കോട്ട് ചെയ്തത്? ഇതിലുണ്ടാവും. 25-ാമത്തെ ശ്ലോകം തൊട്ട് പറയുന്നു എന്ന് പ്രഭു പറഞ്ഞതാണോ മാതാജി ഉദ്ദേശിക്കുന്നത്? ആണല്ലേ? ഓക്കെ. അല്ല, അതില് ഭഗവാന്റെ ഭക്തിയെ പറ്റി പറഞ്ഞില്ലേ, ഭഗവാൻ ഇഷ്ടം അങ്ങനെയുള്ള ഭക്തിയാണ് എന്ന് പറഞ്ഞില്ലേ, അത് ഏതൊരു ശ്ലോകം തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഭഗവാൻ ഇഷ്ടം അല്ലേ? യൂട്യൂബ് വരുമ്പോ നോക്കിക്കോളാം. താങ്ക് യു. ഇന്ന് അപ്ലോഡ് ചെയ്യാം മാതാജി, ഒരു 15 മിനിറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.